ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇതൊന്നും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ നേട്ടമല്ല. യു ഡി എഫുകാർ എന്നോട് പരിഭവിക്കേണ്ട, കോൺഗ്രസുകാർ പരിഭവിക്കേണ്ട. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ മേധാവിത്വം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേട്ടമല്ലാന്നേ. ഇത് പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അമർഷം. ഈ പണ്ടാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് അവര് നിങ്ങൾക്ക് കുത്തിയത്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2026-ലും കോൺഗ്രസ്സുകാർ എന്ത് തമ്മിൽ തല്ലിക്കോട്ടെ, എന്ത് തമ്മിൽ തല്ലിയാലും നിങ്ങളെ ജയിപ്പിച്ചേ അടങ്ങുന്നേ. കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചേ അടങ്ങൂ, യു ഡി എഫിനെ ജയിപ്പിച്ചേ അടങ്ങൂ. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ഞങ്ങൾ ജയിക്കണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങളെ പാഞ്ഞു പിടിച്ച് നിങ്ങൾ എങ്ങനെങ്കിലും നിങ്ങൾക്ക് അധികാരം ഏൽപ്പിക്കും കേട്ടോ. അതാണ് ആ കാഴ്ചകളാണ് നമ്മളിപ്പോ എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ് യു ഡി എഫ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, നല്ല ആത്മവിശ്വാസത്തിലാണ് yu ഡി എഫ്. കാരണം ഏറ്റവും അവസാനമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് വിഹിതം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നപ്പോൾ 2.1% കോൺഗ്രസ് മുന്നിലാണ്. കോൺഗ്രസ് CPM-നേക്കാൾ 2.1% വോട്ടുകൾ നേടി എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ CPI-യേക്കാൾ ബഹുദൂരം ലീഗ് മുന്നിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അവരുടെ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ അവരുടെ കണക്ക് പ്രകാരം വളരെ സേഫായിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു പോരാട്ട വീര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടെ തന്നെ തീർന്നു. ഇനി ആകെ ഈ 3-4 മാസം കൊണ്ട് അവരെന്ത് മാജിക്കാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ആകെ അവർക്ക് ചെയ്യാനുള്ളത് ഈ 1000 രൂപ സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു സഹായം കൊടുക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. നേരത്തെ തന്നെ വന്നതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഏതായാലും ഇന്നാണ് അതിന്റെ ഫോമൊക്കെ പൂരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ നക്കാപ്പിച്ച കൊടുത്തിട്ട് വോട്ട് വാങ്ങുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് എൽ ഡി എഫിന്റെ മുന്നിൽ. മാത്രമല്ല സ്വർണ്ണക്കൊള്ള ഏറ്റവും പുതിയ സംഭവ വികാസം എന്ന് പറഞ്ഞാൽ CBI ഈ കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കാം. അപ്പൊ ED വന്നു, പിന്നാലെ CBI വരുന്നു. പിന്നെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ, അതായത് ആ പ്രവാസി വ്യവസായി ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ഒരു മൊഴി കൊടുത്ത ആ പ്രവാസി വ്യവസായി കൊടുത്ത മൊഴി എന്ന് പറയുന്നത്, നേരത്തെ പല പഞ്ചലോഹ വിഗ്രഹങ്ങളും ഈ പോറ്റി ഈ വിവാദ വ്യവസായിക്ക്, അല്ലെങ്കിൽ വിവാദ വ്യവസായിക്ക് അറിയാം ഇതെങ്ങനെയാണ് വിദേശത്തേക്ക് കടത്തിയത്. അപ്പൊ തീർച്ചയായും ശബരിമല ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും അല്ലെങ്കിൽ വാതിലിന്റെ പാളികളും ഒക്കെ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടാവാം എന്ന് പറയുന്ന സംശയം ബലപ്പെടുകയാണ്. ഇതിന്റെ അടുത്ത് കേസ് തേച്ചു മാച്ച് കളയാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. ഇത് ദേവസ്വം ബോർഡ് എന്നറിയില്ല, വെറും ഉദ്യോഗസ്ഥരാണ് എന്നുള്ള രീതിയിൽ SIT പോലും VD സതീശൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ SIT സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് 2 ഉന്നത IPS ഉദ്യോഗസ്ഥന്മാർ ശ്രമം തുടങ്ങിയെന്നാണ്. 2 ഉന്നത IPS ഉദ്യോഗസ്ഥന്മാർ ശ്രമം തുടങ്ങി ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്വാധീനിക്കാൻ. ഇതിന്റെയൊക്കെ എന്താ പറയാ, ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നോണമാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഇക്കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേസ് മരവിച്ച് കിടക്കുകയാണ്. പുതിയ അറസ്റ്റുകൾ ഉണ്ടാവുന്നില്ല, അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല. നമ്മളൊക്കെ വിചാരിച്ചത് ഈ പത്മകുമാറിന്റെ അറസ്റ്റോടെ, അതിനെ തുടർന്ന് കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് പ്രശാന്ത് വാസവൻ ഒക്കെ സംശയമുനയിലാണ്. കാരണം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് 2025 ഈ സ്വർണ്ണപ്പാളി പൂശാൻ കൊണ്ടുപോകുന്ന കാര്യം ഉൾപ്പെടെ മുന്നേ നടത്തിയ തട്ടിപ്പുകളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നും അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴുള്ളതെന്നും ഒക്കെ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ SITക്ക് ഒരു ശക്തി പോലെ. കാരണം എന്ന് പറഞ്ഞാൽ SIT എന്തൊക്കെയാണെങ്കിലും പിണറായിന്റെ പോലീസാണല്ലോ. ഹൈക്കോടതി കൈയൊഴിഞ്ഞാൽ പിന്നെ ഈ SITയിലെ അംഗങ്ങളെ ഒക്കെ പിണറായി തെറിപ്പിക്കുന്നതിന് യാതൊരു സംശയമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് ഒന്ന് ഇങ്ങനെ സ്തംഭനാവസ്ഥയിലായിരുന്നു. പക്ഷെ ആ സ്തംഭനാവസ്ഥ മാറുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് CBI രംഗത്ത് വരുന്നതോടെ, EDയുടെ അന്വേഷണം മുറുകുന്നതോടെ, ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി അത് സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നേറുന്നതോടെ തീർച്ചയായും വൻ തോക്കുകൾ എന്ന് പറഞ്ഞാൽ വൻ സ്രാവുകൾ
ഏതുവരെ പോകുമെന്നുള്ളതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ക്ലിഫ് ഹൗസിലേക്ക് കയറുമോ, അതല്ലെങ്കിൽ പാതി വഴിക്ക് വെച്ച് നിൽക്കുമോ, അതിന്റെ മുന്നേ കടകംപള്ളി വീഴുവോ, അതിന്റെ മുന്നേ വാസവൻ വീഴുവോ, പ്രസാദ് വീഴുവോ, ഒന്നും നമുക്കറിയില്ല. പക്ഷേ ആകെ അങ്കലാപ്പിലാണ്, ആകെ പ്രതിസന്ധിയിലാണ് LDF. അപ്പോഴാണ് UDF ഭയങ്കര എന്താ പറയാ കോൺഫിഡൻസിൽ. ഇപ്പൊ പഴയ വി ഡി സതീശനൊന്നുമില്ല. വി ഡി സതീശന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം. വി ഡി സതീശൻ ഇപ്പൊ ഒരു അധികാരം ഇങ്ങനെ കയ്യെത്തി പിടിക്കുന്ന ദൂരത്തെത്തി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വി ഡി സതീശൻ. സണ്ണി ജോസഫ് ആവട്ടെ, കോൺഗ്രസിലെ ഓരോ നേതാക്കളും ഇപ്പൊ മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ളവരുടെ കടിപിടി, അതൊക്കെ പിന്നെ കോൺഗ്രസിന്റെ ഭാഗമാണ്. രമേശ് ചെന്നിത്തലയാണോ, വി ഡി സതീശനാണോ, തുടങ്ങിയ കാര്യങ്ങൾ KC വേണുഗോപാലാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയറിയാം. പക്ഷെ അതൊന്നുമല്ല. ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇതൊന്നും യഥാർത്ഥത്തിൽ യുഡിഎഫിന്റെ നേട്ടമല്ല. UDFകാർ എന്നോട് പരിഭവിക്കേണ്ട, കോൺഗ്രസുകാർ പരിഭവിക്കേണ്ട. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ മേധാവിത്വം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേട്ടമല്ലാന്നേ. ഇത് പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അമർഷം. ഈ പണ്ടാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് അവര് നിങ്ങൾക്ക് കുത്തിയത്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2026-ലും കോൺഗ്രസ്സുകാർ എന്ത് തമ്മിൽ തല്ലിക്കോട്ടെ, എന്ത് തമ്മിൽ തല്ലിയാലും നിങ്ങളെ ജയിപ്പിച്ചേ അടങ്ങുന്നേ. കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചേ അടങ്ങൂ, UDFനെ ജയിപ്പിച്ചേ അടങ്ങൂ. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ഞങ്ങൾ ജയിക്കണ്ട എന്ന് വിചാരിച്ചാൽ നിങ്ങളെ പാഞ്ഞു പിടിച്ച് നിങ്ങൾ എങ്ങനെങ്കിലും നിങ്ങൾക്ക് അധികാരം ഏൽപ്പിക്കും കേട്ടോ. അതാണ് ആ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുതിയ ഒരു വിശേഷം എന്ന് പറയുന്നത് യുഡിഎഫിന്റെ ആ സംഘടന എന്ന് പറഞ്ഞാൽ UDFന്റെ കെട്ടുറപ്പ് ഒന്നുകൂടി ശക്തമാക്കുകയാണ്, ഒന്നുകൂടി വിപുലപ്പെടുത്തുകയാണ്. UDF എന്ന് പറയുന്ന സംവിധാനം ഒന്നുകൂടി വിപുലപ്പെടുത്തുകയാണ്. അൻവർ വരുന്നു, CK ജാനു വരുന്നു. അൻവറും CK ജാനുവും എത്തിപ്പെടുന്നു. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം, CK ജാനുവിനെ സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞാൽ യുഡിഎഫിന് എന്തായാലും അത് ഗുണകരമാണ്. എത്രത്തോളം ഗുണകരമാണ് എന്നറിയണമെങ്കിൽ നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കണം. എന്തായാലും അൻവറിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല കേട്ടോ. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്ന് പറഞ്ഞാൽ ഒരു പടക്കമാണ്. പടക്കമൊന്നുമല്ല, ഒരു ബോംബ് തന്നെയാണ് കേട്ടോ അൻവർ. നമ്മൾ അൻവറിനെ ഇങ്ങനെ എന്താ പറയാ എഴുതി തള്ളുകയൊന്നും വേണ്ട. അൻവർ എന്ന് പറഞ്ഞാൽ CPMന് ഇപ്പോഴും കിട്ടിക്കെട്ട പറക്കി കേട്ടോ. കാരണം നമുക്കറിയാലോ, അൻവർ കലഹിച്ച് പുറത്തു പോകുന്ന അവസരത്തിൽ അൻവറിന്റെ കൂടെ പലരുണ്ടായിരുന്നു. CPMന്റെ പല നേതാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ അപ്പം ഗോവിന്ദൻ മുതലുള്ള പല നേതാക്കന്മാരും അൻവറിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകിയിരുന്നു. കാരണം പിണറായിയെയും മരുമോനെയും എങ്ങനെയെങ്കിലും ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന CPMന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുറുമുന്നണിയുണ്ട്. അത് വളരെ പരസ്യമാണത്. അതിൽ ബേബി സഖാവുണ്ട്, MV ഗോവിന്ദനുണ്ട്, ഐസക് ഉണ്ട്, KK ശൈലജയുണ്ട്. അങ്ങനെ അസംതൃപ്തരായ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് അവര് ഈ പിണറായിയെ മുന്നിൽ നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തീർച്ചയായും തോൽക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ് ഇവര്. ഇത്തരം ആൾക്കാര് എന്തായാലും അൻവറിന് ഇവരുടെ ഒരു സഹായം എന്തായാലും കിട്ടും കേട്ടോ. മാത്രമല്ല അൻവറിന് പ്രത്യേകിച്ചും മലബാറിൽ അൻവറിനോടുള്ള, കാരണം അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നേ. അൻവറിന്റെ ക്രെഡിബിലിറ്റി മോശമാണ്, അല്ലെങ്കിൽ അൻവറിന്റെ പ്രവർത്തനങ്ങൾ മോശമാണ്, അൻവർ ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകാരായിട്ട് ബന്ധം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇടപാടുകൾ അല്ലെ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ആയ ഒരു വ്യക്തിയാണ് എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അൻവർ ശശി മുതൽ പൊളിറ്റിക്കൽ സെക്രട്ടറി, പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് നടത്തുന്ന ഇവരുടെ എന്താ പറയാ നെറികേടുകൾ അല്ലെ, ഇവരുടെ നെറികേടുകൾ ഇത് ഓരോന്നായിട്ട് അൻവർ എടുത്ത് പുറത്തിട്ടപ്പോ ശരിക്കും CPM കിടുങ്ങിപ്പോയിരുന്നു. പക്ഷെ അൻവറിന് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഏതായാലും അൻവർ തിരിച്ചു വരികയാണ്. അൻവർ UDFന്റെ ഭാഗമാകുകയാണ്. അസോസിയേറ്റ് മെമ്പർ എന്തെങ്കിലും ആവട്ടെ UDFന്റെ ഭാഗമാകുകയാണ് അൻവർ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവർ എവിടെ മത്സരിക്കും? എല്ലാവരും ഉറ്റുനോക്കുകയാണ് അൻവർ എവിടെയായിരിക്കും മത്സരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ബേപ്പൂരിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇന്നത്തെ മലയാള മനോരമയിലുള്ളത്. ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അൻവറിന്റെ അങ്കത്തട്ടിൽ സസ്പെൻസ് എന്നാ പറയുന്നത്. അൻവറിന്റെ അങ്കത്തട്ടിൽ സസ്പെൻസ്. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം. PV അൻവറിനെ സ്വാഗതം ചെയ്ത് ബേപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച ബോർഡാണ്. ഈ ചിത്രത്തിലുള്ളത്. അപ്പൊ ബേപ്പൂര് അൻവർ മത്സരിക്കണം എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു
ആഗ്രഹം. അപ്പൊ അൻവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാനല്ല, അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്നുമല്ല ബോർഡ് വെച്ചത്, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഏത് മണ്ഡലത്തിലും ഞാൻ മത്സരിക്കും. പണ്ട് അൻവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ബേപ്പൂരും വേണം ഞാൻ മത്സരിക്കും, ബേപ്പൂർ ആരാ ജയിച്ചതെന്ന് അറിയാലോ? ബേപ്പൂർ മരുമോനാണ് ബേപ്പൂരിലെ ജേതാവ്. അടുത്ത തവണയും മരുമോൻ തന്നെയാണ് ബേപ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത്, നമുക്കൊക്കെ അറിയാം. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഒരു മേൽപ്പാലം വരുന്നു, അല്ലെങ്കിൽ മറ്റേ ചാലിയാറിൽ എന്തല്ലോ ബോട്ട് റേസ്, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട കുറെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഫറൂഖ് പാലം പെയിന്റ് അടിക്കുക, അങ്ങനെ കുറെ അത്ഭുത പരിപാടികളൊക്കെ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ബേപ്പൂർ മണ്ഡലം നമുക്കറിയാലോ, ബേപ്പൂർ മണ്ഡലം വളരെ ശക്തമായ ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. ബേപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ്. അവിടെ ആരൊക്കെയാണ്? ടി കെ ഹംസ ജയിച്ച സ്ഥലമാണ്. വി കെ സി 2 പ്രാവശ്യം ജയിച്ച സ്ഥലമാണ്. നമ്മുടെ പടുമരം ജയിച്ച മണ്ഡലമാണ്. അപ്പൊ പടുമരവും വി കെ സിയും ടി കെ ഹംസയും ഒക്കെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ബേപ്പൂര്. അപ്പൊ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസ് അടുത്ത തവണ മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പ്രശ്നവുമില്ല, എന്തായാലും ജയിക്കും എന്നുള്ള ഒരു രീതി തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം തന്നെയാണ് CPM-കാർക്കുള്ളത്. CPM-കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ബേപ്പൂരിൽ അൻവർ വരികയാണെങ്കിൽ സ്ഥിതി മാറും. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25,000-26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ റിയാസ് അവിടെ ജയിക്കുന്നത് കേട്ടോ. PM നിയാസ്, കോൺഗ്രസിലെ PM നിയാസ് ആയിരുന്നു അന്ന് റിയാസിന്റെ എതിരാളി. അൻവർ ബേപ്പൂര് മത്സരിക്കുകയാണെങ്കിൽ, പിന്നെ മറ്റൊന്ന് ഏറ്റവും പുതിയ, അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 1300ഓളം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് എവിടെ ഉള്ളതെന്ന് അറിയോ? ഈ ബേപ്പൂർ മണ്ഡലത്തിൽ LDF-നുള്ളത്. അപ്പൊ എന്ന് പറയാൻ നിസ്സാരമായ ഒരു മേൽക്കോയ്മ മാത്രമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില വെച്ച് പരിശോധിക്കുമ്പോൾ ചെറിയ ഒരു ലീഡ് മാത്രമാണ് LDF-നുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ് ഞാൻ പറഞ്ഞ ഈ 23,000 വോട്ടിന്റെ ഒരു ലീഡ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ അൻവർ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ, ബേപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും മരുമോൻ വെള്ളം കുടിക്കും. ഒരു സംശയമില്ല. കാരണം അൻവറിന്റെ പോരാട്ടം എന്ന് പറയുന്നത് പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയാണ്. അൻവർ പലകുറി പറഞ്ഞതാണ്, തന്റെ പോരാട്ടം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെയാണ്, മരുമോനിസത്തിനെതിരെയാണ്. അപ്പൊ തീർച്ചയായും മരുമോനിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബേപ്പൂർക്കാർ അൻവറിനെ അത്രമാത്രം ബേപ്പൂരിൽ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അത് ബേപ്പൂർ എന്ന് പറയുന്നത് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. PM നിയാസ് ആണ് അവിടെ നേരത്തെ മത്സരിച്ചത്. പകരം ആ സീറ്റ് അൻവറിനെ കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ കരുതുന്നു തീർച്ചയായും ഏതാണ്ട് ഒരു 25,000 വോട്ടിന് അൻവർ ജയിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. 25,000 വോട്ടിന് എന്ന് പറഞ്ഞാൽ അൻവറിന് CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ സഹായം കിട്ടും. കാരണം മരുമോനോട് വിരോധമുള്ള ഒരുപാട് മാർക്സിസ്റ്റുകാർ ഇവിടെ ഉണ്ടേനെ, ഒരുപാട് സഖാക്കളുണ്ട്. റിയാസിനോട് വിരോധമുള്ള ഒരുപാട് സഖാക്കന്മാർ CPM-നുള്ളിലുണ്ട്. അവർ തീർച്ചയായും അൻവറിനെ മാത്രമല്ല മറ്റു പാർട്ടികളിൽ അൻവറിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ അൻവറിന്റെ ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ. കാരണം പിണറായിക്കെതിരായ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെതിരായ, ഈ ദുഷിച്ചു മാറിയ സിസ്റ്റത്തിനെതിരായ പടപൊരുതുന്ന ഒരു ആവേശം പല രാഷ്ട്രീയ നേതാക്കന്മാരും ആ രീതിയിലല്ല. പ്രത്യേകിച്ചും നമുക്കറിയാലോ, ഇപ്പൊ VD സതീശനാവട്ടെ, സണ്ണി ജോസഫ് ആവട്ടെ, അല്ലെങ്കിൽ കെ സുധാകരൻ നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഈ ഒരു ഭയങ്കര സ്ഫോടനാത്മകമായ രീതിയിലുള്ള, പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത് അത് അൻവറിനെ പോലെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഇല്ല കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായും 25,000 ഏറ്റവും ചുരുങ്ങിയത് 25,000 വോട്ടിന് അൻവർ ബേപ്പൂരിൽ നിന്ന് ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാരണം അൻവറിന്റേതായ വോട്ടുകൾ കൂടി ലഭിക്കുമ്പോ, പ്രത്യേകിച്ചും നാൾക്ക് നാൾ CPM ഇങ്ങനെ ദുർബലമായി വരുമ്പോൾ തീർച്ചയായും പൊടിപ്പാറും ഇവിടുത്തെ ബേപ്പൂരിൽ മത്സരം. മറ്റൊന്ന് തവനൂരാണ് അൻവർ മത്സരിക്കാൻ സാധ്യത എന്ന് കേൾക്കുന്നു. KT ജലീലിന്റെ മണ്ഡലം അവിടെയാണെങ്കിൽ കുറെ കൂടി എളുപ്പമാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഒരു 2,000 വോട്ടിന്റെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ KT ജലീൽ തവനൂരിൽ രക്ഷപ്പെടുന്നത് കേട്ടോ. അവിടെയാണ് അൻവർ മത്സരിക്കുന്നതെങ്കിൽ അൻവറിന്റെ ജയം കുറെ കൂടി എളുപ്പമുള്ളതായി തരും. പക്ഷെ ഒരു പോരാട്ട വീരനായ KT ജലീലിനോട് മുട്ടുന്നതിനേക്കാൾ അൻവറിന് റിയാസിനോട് മുട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ റിയാസിനെ പരാജയപ്പെടുത്തുമ്പോഴാണ് അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നേതാവിന്റെ ഒരു ഊർജം അല്ലെങ്കിൽ പ്രസരിപ്പ് അവിടെ പ്രകടമാകുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു തീർച്ചയായും
എന്തായാലും സ്ഥാനാർത്ഥി ആരാവണം എന്താവണം എന്നൊക്കെ UDF ഉള്ളിൽ തീരുമാനമൊക്കെ ആകേണ്ടതാണ്. എങ്കിലും ഇങ്ങനെ ഒരു പോരാട്ടമാണ് ബേപ്പൂർക്കാർ ഒക്കെ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി ബേപ്പൂർ മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആകെ ഇനി 3-4 മാസങ്ങളെ ബാക്കിയുള്ളൂ. UDF ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവർ അത്തരത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വളരെ കൃത്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാലോ, ഇപ്പം തിരുവനന്തപുരത്ത് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ശബരിനാഥിനെ പോലുള്ള ഉന്നത എന്താ പറയാ അത്തരം ഗ്രേഡിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇറക്കുകയും ചെയ്തുകൊണ്ട് അവർ 10 സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് അവര് എന്താ പറയാ അവരുടെ ഒരു തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള അവരുടെ സാന്നിധ്യം ഉയർത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ജയിക്കാൻ പറ്റിയില്ല. കാരണം അത് നമുക്കൊക്കെ അറിയാലോ. കാരണം 35 സീറ്റ് ഉണ്ടായിരുന്ന BJPയെയും മറികടന്നുകൊണ്ട് 10 സീറ്റ് മാത്രമുള്ള UDFന് ഒരിക്കലും ജയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരുടെ ആ അടിത്തറ അവർ ശക്തമാക്കി 10 നിന്ന് 19 ഉയർത്തി. അപ്പൊ ആ രീതിയിൽ ഓരോരോ മണ്ഡലങ്ങളിലും വരെ വ്യക്തമായി. കാരണം നമുക്ക് ഒരു മത്സരം വരുമ്പോൾ മത്സരത്തിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി മിക്കവാറും വരും. ജോസ് കെ മാണിയുടെ കൂടെയുള്ളവരൊക്കെ അപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഈ പിണറായിയുടെ കൂടെ ഇരുന്നാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. കാരണം 2026 പിണറായി ഒരു സാധ്യതയുമില്ല. ഭരണത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം വേണമെങ്കിൽ വിടുന്നതാണ് നല്ലത് എന്ന് ജോസ് കെ മാണി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാത്തതിന് ഒരു അസ്ഥിതയൊക്കെയാണ്. ആ അസ്ഥിതയൊക്കെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. PJ ജോസഫിനെയൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ പറ്റിക്കും. മാണി കോൺഗ്രസ് കൂടി വന്നു കഴിഞ്ഞാൽ, കേരള കോൺഗ്രസ് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ UDFന്റെ ഒരു തരംഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 100-110 സീറ്റുകൾ എന്തായാലും UDFന് ഉറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ സീറ്റ് നില കുറേയും കൂടിയും എന്താ പറയാ വ്യാപിപ്പിക്കും. ഒരു 15-20 സീറ്റ് അവർ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ LDFന് അത്ര സീറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുക. LDFന്റെ സീറ്റുകൾ ഒരുപക്ഷെ LDF ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ LDF കത്തിക്കരിഞ്ഞു പോയത് അതിന്റെ അങ്ങേപ്പുറത്തെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ ഒരു ദയനീയ തോൽവിയിലേക്കാണ് LDF പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. അതിന്റെ ഇടക്ക് ആരൊക്കെയാണ് അകത്ത് പോകാൻ പോകുന്നത്, കാരണഭൂതം പോകുമോ, കാരണഭൂതത്തിന്റെ മോള് പോകുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ബേപ്പൂരിലേക്ക് PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.